കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സങ്കീർത്തനങ്ങൾ 18 16, 17 വാക്യങ്ങൾ. അവിടുന്ന് ഉയരത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. അവർ എന്നിലും ബലമേറിയവരായിരുന്നു. ഉയരത്തിൽ നിന്ന് കൈനീട്ടി, വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുക്കുന്ന ദൈവം. അപ്പോൾ വെള്ളങ്ങൾ എത്ര ഉയർന്നാലും അതിനേക്കാൾ ഉയരത്തിൽ യഹോവ. സങ്കീർത്തനങ്ങൾ 93 പറയുന്നുണ്ട്, പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു, എന്നാൽ തിരമാലകൾക്കു മീതെ യഹോവ ഉന്നതൻ, മഹിമയുള്ളവൻ. ഒരു മനുഷ്യനെ ഏറ്റവും ഭ്രമിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് ഒരു ദൈവഭക്തനെ ഏറ്റവും ഭ്രമിപ്പിക്കുന്ന പെരുവെള്ളം ശത്രുക്കളാണോ? അല്ല. ശത്രു വരുമ്പോൾ പോലും നമുക്ക് ഭയം തോന്നാൻ കാരണം പാപമാണ്. പാപമെന്ന പെരുവെള്ളം, അകൃത്യങ്ങളെന്ന പെരുവെള്ളം, അത് ദൈവവുമായിട്ടുള്ള ഇൻറ്റിമസി, അടുപ്പം, ബന്ധം, കമ്മ്യൂണിക്കേഷൻ തടയുമ്പോഴാണ് ഒരു മനുഷ്യൻ ഭയത്തിലാകുന്നത്. ഇവിടെ പശ്ചാത്തലം എന്താണ്? ശൗലിൽ നിന്ന്, തൻ്റെ സകല ശത്രുക്കളിൽ നിന്നും യഹോവ ദാവീദിനെ വിടുവിച്ച കാലത്ത് അവൻ പാടിയ പാട്ടാണിത്. ശൗല് എന്ന് പറയുന്ന രാജാവ്, അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ അടുത്ത രാജാവാകേണ്ട ആളാണ് ദാവീദ്. ആ ദാവീദിനറിയാം, ശൗലിനും അറിയാം, ശൗലിൻ്റെ മകൻ യോനാഥാനും അറിയാം. അതുകൊണ്ട് തന്നെ ശൗൽ എന്ന രാജാവ്, ഇസ്രായേലിലെ ആദ്യത്തെ രാജാവ്, ദാവീദിനെ വേട്ടയാടുകയാണ്. ശൗലിൻ്റെ കുന്തത്തെക്കാളും സേനാധിപതി അബ്നേറിനേക്കാളും ചുറ്റും വളയുന്ന 10,000 ശത്രുക്കളെക്കാളും ഒറ്റിക്കൊടുക്കുന്നവരെക്കാളും ദാവീദ് ഭയപ്പെട്ടതെന്താണ്? എൻ്റെ കൈ കർത്താവിൻ്റെ അഭിഷിക്തൻ്റെ നേരെ വീടരുത്. അതിനേക്കാൾ വലിയ അബദ്ധമില്ലെന്ന്. നോക്കിക്കേ, പിശാചിനെ കുറിച്ച് വല്ല പരാമർശം ഇവിടെ ഉണ്ടോ? ഇല്ല. പുതിയ നിയമത്തിൽ സഭയിൽ ഒരു മനുഷ്യൻ പരീക്ഷിക്കപ്പെടുമ്പോൾ ഓർത്തുകൊള്ളണം, അതിൻ്റെ പിന്നിൽ നിനക്ക് കെണിയൊരുക്കിക്കൊണ്ടൊരുത്തനുണ്ട്. എന്ന് പറഞ്ഞാൽ സഹോദരനെ കൊണ്ട് തന്നെ നിനക്കെതിരെ വരും. നീ നോക്കുമ്പോൾ കറക്റ്റാണ്, അവൻ്റെ ഭാഗത്ത് ഒരു ന്യായമില്ല, ഒരു നീതിയില്ല, നീ പറയുന്നതാണ് ശരി. പക്ഷേ നിന്നെ കൊണ്ട് സഹോദരനെ അടുപ്പിക്കണം, നിന്റെ വായിൽ നിന്ന് ദൂഷണം വരണം, നീ അവനെ വിധിക്കണം. അങ്ങനെ നീ കെണിയിലാകണം. ബിലയാമ്യ തന്ത്രത്തിൻ്റെ വേറൊരു പതിപ്പ് പോലെ പിശാചി കെണിയെടുക്കും. പക്ഷെ ദാവീദ് പറയുകയാണ്, ബലമുള്ള ശത്രുവിൻ്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. അവർ എന്നിലും ബലമേറിയവരായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? തുടക്കത്തിലേ ഉണ്ട്. എന്താ? എൻ്റെ പ്രാർത്ഥന, അപേക്ഷ അവൻ കേട്ടു, അവൻ്റെ ചെവിയിൽ എത്തി. എൻ്റെ പ്രാർത്ഥന അവൻ കേട്ടപ്പോൾ, എൻ്റെ അപേക്ഷ അവൻ്റെ ചെവിയിലെത്തിയപ്പോൾ ഭൂമി ഞെട്ടി വിറച്ചു, മലകളുടെ അടിസ്ഥാനങ്ങൾ ഇളകി, അവൻ കോപിക്കയാൽ അവ കുലുങ്ങിപ്പോയി. കണ്ട, ശത്രുവിൻ്റെ തന്ത്രങ്ങളെ ഒരാത്മീയൻ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കുലുക്കമുണ്ടാകും. ആദ്യകാല സഭയെ നോക്കിക്കേ, അവരുടെ ഉപായം, സൂത്രം തിരിച്ചറിഞ്ഞ് സഭ ഒന്നിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, ദൈവവചനം പരന്നു, അവർ എല്ലാവരും ശക്തിയുള്ളവരായി. ഹല്ലേലൂയ. ദൈവപുത്രനായ യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ, ആ പ്രാർത്ഥനയുടെ ഫോർമാറ്റിൽ എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണ്? അന്നേ അപ്പം തരണം, അത് പ്രധാനം തന്നെ. പക്ഷെ ലാസ്റ്റ് ഒരു കാര്യം പറയുന്നുണ്ട്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. യേശു പലയിടത്തും ഇത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്ക് അളന്ന് കിട്ടും. വിധിക്കുന്ന മനുഷ്യനായുള്ളവയെ നിനക്ക് പ്രതിവാദം പറവാനില്ല, വിധിക്കുന്ന നീ അത് തന്നെ ചെയ്യുന്നു. കർത്താവെ, ഞാൻ മോഷ്ടിക്കുന്നില്ല. അപ്പോൾ ഒരുത്തനെ കള്ളനെന്ന് വിളിച്ചാലോ? കർത്താവ് പറയുന്ന നോ മോനെ, നോ. എൻ്റെ ഹൃദയത്തിൽ അതുണ്ടെന്നേ. ആരാണ് ഈ നിർമ്മലനെന്നേ? നീതിമാൻ ആരാണെന്നേ? കൃപയാലല്ലാതെ നീതിമാനായത് ആരാണ്? ആരുമില്ല.
അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവിൻ്റെ കെണി സഹോദരനോടുള്ള സ്നേഹം കളയിപ്പിക്കുക എന്നുള്ളതാണ്. അതിൽ നീ വീഴരുത്. സഹോദരനെ നീ ശപിക്കരുത്. നിന്റെ സഭാംഗത്തെ നീ വെറുക്കരുത്. നിന്റെ കൂടപ്പിറപ്പിനോട് നീ ക്ഷമിക്കണം. നിനക്ക് വിരോധമായി നിൽക്കുന്ന, വളരെ അസ്വസ്ഥത ജനിപ്പിക്കുന്ന ചില വ്യക്തികളെ പ്രത്യേകമായി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് ഈ വിഷയത്തിലെ ദൈവിക പ്ലാൻ നീ ചോദിച്ച് കെണിയിൽ നിന്ന് രക്ഷപ്പെടണം. അങ്ങനെ വരുമ്പോൾ നിനക്കൊരു ക്വാളിറ്റി കിട്ടും. നോക്കിക്കേ, ദാവീദിന് ഒരു പട്ടിയെ ഓടിച്ചിടുന്ന കണക്ക് ഓടിച്ചിട്ടിട്ട് ഓടിച്ചവരോർത്ത് ഇവൻ മണ്ടനാണ്, ഇവൻ്റെ കാര്യം കഷ്ടമായി. ദാവീദിൻ്റെ കൂടെയുള്ളവരും തളർന്നു കാണും. പക്ഷെ ഈ മനുഷ്യന് ഓരോ വിഷയങ്ങളും പ്രാർത്ഥനയായി, പാട്ടായി ദൈവസന്നിധിയിൽ എത്തിച്ചത് വഴി ഇവൻ്റെ ക്വാളിറ്റി മാറി. ഇവൻ ആരായിപ്പോൾ? ഇവൻ ദയാലുവായി, ഇവൻ നിഷ്കളങ്കനായി, ഇവൻ നിർമ്മലനായി. വക്രനായ എനിക്ക് വക്രത കിട്ടുമെന്ന് ഇവന് മനസ്സിലായി. എളിയവനെ രക്ഷിക്കുന്ന ദൈവമാണെന്ന് ഇവന് പിടികിട്ടി. നിഗളിച്ച് നടന്ന താഴ്ത്തുമെന്ന് അറിയാൻ പറ്റി. ഒന്നാമതേതാണ്, ദയാലുവാണ്. പാപം ചെയ്യുന്നവരോട് വിധിക്കാൻ വരട്ടെ, വെട്ടാൻ വരട്ടെ, അടിക്കാൻ വരട്ടെ, ദൈവത്തിൻ്റെ ക്യാരക്ടർ വെളിപ്പെടുത്താൻ താല്പര്യമുണ്ടോ? ദയാലുവാകാൻ താല്പര്യമുണ്ടോ? ഈ ഒരു വെളിപ്പാട് പ്രാപിച്ചാൽ അന്ന് നിൽക്കുകയാണ് ശൗലിൻ്റെ ഓട്ടം. അന്ന് പിന്തിരിയുകയാണ് അബ്നേർ. അന്ന് കീഴടങ്ങുകയാണ് ചതിക്കാൻ നിൽക്കുന്നവരും കെണിയൊരുക്കാൻ നിൽക്കുന്നവരും. വിശദീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. എന്താണ് ഈ ശുദ്ധീകരണം? തീർച്ചയായിട്ടും പാപങ്ങളിൽ നിന്നാകുന്നൊരു ശുദ്ധീകരണം. അതെല്ലാ മതങ്ങൾക്കുമില്ലേ? യേശു കർത്താവ് പരിശുദ്ധാത്മാവ് എംഫസൈസ് ചെയ്യുന്ന ശുദ്ധീകരണം, അന്യോന്യം സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിക്കുക. പുതിയ നിയമവിശ്വാസി, നിന്റെ അനുഗ്രഹം ബ്ലോക്കായി കിടക്കുന്ന അവിടെയാണ്. സഭാംഗങ്ങളുമായിട്ട്, വിശുദ്ധന്മാരുമായിട്ട്, ദൈവദാസന്മാരുമായിട്ട്. സമാധാനം എന്ന് പറയുന്നത് കൈ കൊടുത്ത് ഹഗ് ചെയ്യുന്നത് മാത്രമാണോ? അകത്തെ സമാധാനം. കൈ കൊടുക്കാനും ഹഗ് ചെയ്യാനും നാവ് കൊണ്ട് സമാധാനം പറയാനും എളുപ്പമാണ്. അകത്ത് സമാധാനം. അവൻ്റെ തെറ്റുകൾ ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്നത്, അവൻ്റെ കുടുംബത്തെ പ്രൊട്ടക്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത്, അവൻ്റെ കുഞ്ഞുങ്ങൾക്ക് നന്മ വരാൻ പ്രാർത്ഥിക്കുന്നത്, നിന്നോട് ചെയ്തത്, നിന്നോട് ചെയ്യുന്നത്, നിൻ്റെ കുടുംബത്തോട് ചെയ്യുന്നത് ക്ഷമിക്കാൻ പ്രാർത്ഥിക്കുന്നത്. സമാധാനം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയാലല്ലാതെ നമുക്കൊന്നുമില്ല, ഒന്നും ചെയ്യാനും കഴിയുകയില്ല. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൃപ നൽകട്ടെ. ഒരു വിശുദ്ധ ജീവിതത്തിന്, ഒരു ശുദ്ധീകരണത്തിന്, ഒരു ദയാലുവാകുവാൻ, ഒരു നിർമ്മലനാകുവാൻ, ഒരു നിഷ്കളങ്കനാകുവാൻ സ്വർഗം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ.